നിസാം ബഷീർ സംവിധാനം ചെയ്ത് പൃഥ്വിരാജ്, സുകുമാരൻ, പാർവതി തിരുവോത്ത് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായെത്തുന്ന ഒരു സിനിമയാണ് ഐ നോബഡി. സാധാരണ ദിവസം രാജീവൻ എന്ന കേന്ദ്ര കഥാപാത്രം ബാങ്കിലോട്ട് പോകുമ്പോൾ അവിടെ ഒരു ബാങ്ക് റോബറി നടക്കുകയാണ്. അപ്പം അങ്ങനെ റോബറി നടക്കുന്നതിന് ഇയാളാണ് ഉത്തരവാദി എന്ന് തിരയുകയാണ് ഈ ചിത്രത്തിൽ മുഴുനീളം. അതുപോലെ തന്നെ ഇയാളുടെ കുടുംബജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഈ ബാങ്ക് റോബറി മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളും ഇതിനെ എങ്ങനെ ഇയാൾ തരണം ചെയ്യുന്നു എന്നുമാണ് ഈ ചിത്രം നമ്മളോട് പറയുന്നത്. ഒത്തിരി ആൾക്കാർ പറയുകയുണ്ടായി ഇതുപോലെ സെക്കൻഡ് പാർട്ട് കുറച്ച് ലാഗാണ്, കാര്യങ്ങളൊക്കെ ഉണ്ട്, ചില അൺനെസസറി ആയിട്ടുള്ള സീൻസ് കാര്യങ്ങളൊക്കെ ഈ ചിത്രത്തിലോട്ട് കടന്നു വരുന്നുണ്ടെന്ന് എല്ലാവരും പറയുന്നുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ നോർമലായിട്ട് കടന്നു പോകുന്ന ഒരു ചിത്രമാണ്. വളരെ എല്ലാവരെയും എന്റർടൈൻ ചെയ്യിപ്പിക്കാൻ കഴിയുന്ന ഒരു ചിത്രമായിട്ടാണ് ഞാൻ ഇതിനെ കണക്കാക്കുന്നത്. അതുപോലെ തന്നെ അശോകൻ എന്നൊരു കഥാപാത്രത്തിന് വളരെ നല്ലൊരു ഒരു 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 കൈഡി കൊടുക്കേണ്ട കാര്യമാണ്. നല്ല രീതിയിൽ അദ്ദേഹം ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഹക്കീം ഷാ നല്ല രീതിയിൽ തന്റെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന രീതിയിൽ ആ ചിത്രത്തിൽ വരികയും നല്ലൊരു പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ കണ്ട ഒരു കാര്യമാണ്, IMDbയിൽ ഒരു 6.2 റേറ്റിംഗ് ഒക്കെയാണ് IMDbയിൽ കിട്ടിയിരിക്കുന്നത്. പക്ഷെ അതിൽ കുറച്ചുകൂടി നല്ല രീതിയിൽ മുന്നോട്ട് പോകേണ്ടിയിരുന്ന ഒരു പടമായിരുന്നു. പല ആൾക്കാരും പൃഥ്വിരാജിന്റെ ഇറങ്ങാനിരിക്കുന്ന ഖലീഫയുടെ ട്രെയിലറും കണ്ടിട്ട് പോയിട്ട് ഐ നോബഡിനെ വളരെ പല ആൾക്കാരും കുറ്റപ്പെടുത്തുന്ന രീതിയിലാണ് ഞാൻ കണ്ടത്. കാരണം വളരെയധികം എക്സ്പെക്ടേഷൻസോടെയാണ് ആൾക്കാർ, എനിക്കറിയാം, ഖലീഫ എന്നൊരു ചിത്രത്തെ ആൾക്കാർ നോക്കിക്കാണുന്നത്. അതുകൊണ്ടായിരിക്കാം മേ ബി ചില ആളുകൾക്ക് എത്രമാത്രം ഇഷ്ടപ്പെടാതിരുന്നത് പറയാം. കാരണം നല്ലൊരു ആക്ഷൻ ചിത്രമാണ് വരാനിരിക്കുന്നത്. മേ ബി അതുകൊണ്ടായിരിക്കാം എല്ലാവരും പറ്റുന്ന ആൾക്കാരെല്ലാം ചിത്രം തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി കാണുക. താങ്ക് യു.